ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ പ്രീതിപ്പെടുത്താൻ എളുപ്പവഴി ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ പറയാണ്, ഉദ്ധവരെ, എന്നെ ആരൊക്കെ ഭക്തിപൂർവം സ്മരിക്കുന്നുവോ അവർക്കൊക്കെ ഞാൻ നിശ്ചയമായും മുക്തിപദം നൽകും. ഭക്തിയോടുകൂടി എന്നെ ഏതു വിധത്തിൽ പൂജിച്ചാലും ആ പൂജ ഞാൻ സ്വീകരിച്ച് അവർക്ക് മുക്തി നൽകുന്നതായിരിക്കും. സർവമന്ത്രങ്ങളെയും മറ്റു തീർത്ഥങ്ങളെയും മറ്റു പ്രാർത്ഥനയെക്കാളും ഞാൻ ശ്രേഷ്ഠമായി കാണുന്നത് എന്നോടുള്ള നിഷ്കളങ്കമായ ഭക്തിയാണ്. എല്ലാം ഞാനാണെന്ന് ചിന്തിക്കുകയും ദർശിക്കുകയും സദാസമയം എൻ്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഭക്തനാണ്. കീർത്തനങ്ങൾ കൊണ്ട് എന്നെ വാഴ്ത്തുന്നവനും എൻ്റെ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനും ആ കഥകൾ ഭക്തിപൂർവം കേൾക്കുന്നവനും എൻ്റെ ഉത്തമ ഭക്തനാണ്. തീർത്ഥസ്നാനം കൊണ്ടോ വേദങ്ങൾ പഠിച്ചതുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ ഒരുവൻ എൻ്റെ ഭക്തനാവണമെന്നില്ല. ജാതിവർണ്ണങ്ങളൊന്നും എൻ്റെ ഭക്തനാവാൻ തടസ്സമാകുന്നില്ല. ചണ്ടാളനും ബ്രാഹ്മണനും മറ്റെല്ലാവർക്കും ഒരുപോലെ ഭക്തരാവാൻ കഴിയും. എല്ലാ ഭക്തരും എനിക്ക് സമമാണ്. വിതുരരുടെ കഞ്ഞിയും കുചേലൻ്റെ അവിലും പാഞ്ചാലിയുടെ ചീരവെള്ളവും ഞാൻ കഴിച്ചത് അവരുടെ നിഷ്കളങ്ക ഭക്തി കൊണ്ടാണ്. അംബരീഷൻ, ഹനുമാൻ, വിഭീഷണൻ, സുഗ്രീവൻ, ജാംബവാൻ, ജടായു, യശോദ, നന്ദഗോപൻ, താര, മണ്ഡോദരി, അക്രൂരൻ, ജനകൻ, വൃഷപർവാവ്, മഹാബലി, ബാണൻ, മായാസുരൻ, ഗുഹൻ, ഗധൻ, ഗജേന്ദ്രൻ, ഗോപസ്ത്രീകൾ, ഇങ്ങനെ ഒട്ടനവധി ഭക്തന്മാരും ഭക്തകളും തപസ്സോ ധ്യാനമോ യാഗമോ കൂടാതെ ഭക്തിയാൽ എൻ്റെ നാമങ്ങൾ ശ്രവിച്ചും ജപിച്ചും എന്നെ ദർശിച്ചും വളരെ വേഗം മുക്തി സിദ്ധിച്ചു. അതുകൊണ്ട് ഉദ്ധവരെ, അങ്ങ് കേട്ടാലും എന്നോടുള്ള ഭക്തിയൊന്നു മതി മോക്ഷം ലഭിക്കാൻ. എൻ്റെ ഭക്തനോടുള്ള പോലെ സ്നേഹവും വാത്സല്യവും കരുണയും എനിക്ക് മറ്റാരോടുമില്ല. എൻ്റെ പ്രിയ ഭക്തരുടെ സുഖമാണ് എൻ്റെ സുഖം, അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അനന്തശായിയായി ഞാൻ പാലാഴിയിൽ പള്ളി കൊള്ളുന്നുവെങ്കിലും എൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലാണ് ഞാൻ സദാസമയവും വസിക്കുന്നത്. അതുകൊണ്ട് ഭക്തിപൂർവം എൻ്റെ നാമങ്ങൾ ജപിക്കുക, എന്നെ സ്മരിക്കുക, കേൾക്കുക. ഇതാണ് ഭഗവാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓം നമോ നാരായണായ.